നമസ്കാരം. ജൂണിൽ ആരംഭിക്കുന്ന ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടെയായിരുന്നു ഇത് പ്രഖ്യാപിച്ചത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഗംഭീറിന് ഇഷ്ടമുള്ളവരെ, ഗംഭീറിന്റെ ഗുഡ് ബോയ് ലിസ്റ്റിലുള്ളവരെ, ഗംഭീറിന് താല്പര്യമുള്ളവരെ മാത്രം ടീമിൽ ഉൾപ്പെടുത്തി അവർക്ക് നല്ല പൊസിഷൻ കൊടുത്ത് ഗംഭീർ ഇറക്കിയ ഒരു ടീം തന്നെയാണ്. ഗംഭീറിന്റെ പ്ലാനിൽ ശരിക്കും പറഞ്ഞാൽ കോഹ്ലിയോ രോഹിത് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ടീം ഭരിക്കാനാകില്ല. അവർ മാത്രമേ ടീം ഭരിക്കൂ. അത് ഗംഭീറിന്റെ മനസ്സിലുണ്ട്. അതെല്ലാവർക്കും നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ രോഹിത് ശർമ്മയുടെ പിൻഗാമിയായി ശുഭ്മൻ ഗില്ലിനെയാണ് ഇപ്പോൾ ടീമിന്റെ അംഗമായി തന്നെ പ്രവർത്തിക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ പുതിയ നായകനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ഗില്ല് തന്നെയാണ്. മുംബൈയിലെ BCCI ആസ്ഥാനത്ത് ഉച്ചയ്ക്ക് 1 മണിക്ക് ചേർന്ന സെലക്ഷൻ കമ്മിറ്റി യോഗത്തിന് ശേഷം ചീഫ് സെലക്ടർ അജിത് അഗാർക്കറാണ് ടീം പ്രഖ്യാപിച്ചത്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചതിനു ശേഷം ഇന്ത്യയുടെ ആദ്യ ടെസ്റ്റ് പരമ്പരയാണിതെന്ന് കൂടി പറയണം. രോഹിത്തിന്റെ അഭാവത്തിൽ ടീമിനെ നയിച്ച് പരിചയമുള്ള ജസ്പ്രീത് ബുംറയും അതുപോലെ KL രാഹുലും ടീമിലുണ്ടെങ്കിലും ഭാവി ലക്ഷ്യമിട്ടാണ് യുവതാരമായ ഗില്ലിന് ചുമതല നൽകുന്നതെന്ന് അജിത് അഗാർക്കർ പറഞ്ഞു. ഋഷഭ് പന്തിനെ വൈസ് ക്യാപ്റ്റനായും തിരഞ്ഞെടുത്തു. ഇന്ത്യയുടെ പുതിയ ടെസ്റ്റ് ക്യാപ്റ്റനായി യുവതാരം ശുഭ്മൻ ഗില്ല് തെരഞ്ഞെടുത്തതും വളരെയധികം കയ്യടി നേടുന്നതാണ്. ഇന്ന് ചേർന്ന BCCI സെലക്ഷൻ കമ്മിറ്റിയാണ് ശുഭ്മൻ ഗില്ലിനെ ഇന്ത്യയുടെ അടുത്ത ടെസ്റ്റ് ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ജൂൺ 20-ന് ലീഡ്സിൽ ആരംഭിക്കുന്ന ഇംഗ്ലണ്ടിനെതിരായ 5 മത്സര പരമ്പരയിൽ 25-കാരനായ ഗില്ല് ആയിരിക്കും ടീമിനെ നയിക്കുക. രോഹിത് ശർമ്മ ടെസ്റ്റിൽ നിന്ന് വിരമിച്ചതോടെ ഇന്ത്യയുടെ പുതിയ ടെസ്റ്റ് ക്യാപ്റ്റനെ തേടുകയായിരുന്നു അത്രയും നാളും. രോഹിത്തിന് പിന്നാലെ വിരാട് കോഹ്ലിയും ടെസ്റ്റ് ടീമിൽ നിന്ന് വിരമിച്ചിരുന്നു. ഇതോടെ ഇംഗ്ലണ്ടിനെതിരെ പുതിയ ടീം ഇന്ത്യയായിരിക്കും എന്നും കളത്തിലിറങ്ങുക എന്നും പറയുന്നുണ്ടായിരുന്നു. അതേസമയം വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഋഷഭ് പന്താണ് വൈസ് ക്യാപ്റ്റൻ. 16-അംഗ ടീമിനെയാണ് ഇന്ത്യ ഇംഗ്ലണ്ടിലേക്ക് അയക്കുന്നത്. പരിക്ക് കാരണം മുതിർന്ന താരം മുഹമ്മദ് ഷമി ടീമിലില്ല. അതേസമയം മലയാളി താരം കരുൺ നായർക്ക് വളരെയേറെ നാളുകൾക്ക് ശേഷം ടീമിൽ ഇടം നേടാൻ സാധിച്ചിട്ടുണ്ട്. ടീം ശുഭ്മൻ ഗില്ലാണ് ക്യാപ്റ്റനായി എത്തുന്നത്. ഋഷഭ് പന്ത് വൈസ് ക്യാപ്റ്റനായിട്ടും വിക്കറ്റ് കീപ്പറായിട്ടുമുണ്ട്. പിന്നീട് യശസ്വി ജയ്സ്വാൾ ഉണ്ട്, KL രാഹുൽ ഉണ്ട്, B സായി സുദർശൻ ഉണ്ട്, അഭിമന്യു ഈശ്വരൻ, കരുൺ നായർ, നിതീഷ് റെഡ്ഡി, രവീന്ദ്ര ജഡേജ, ധ്രുവ് ജുറേൽ, വാഷിംഗ്ടൺ സുന്ദർ, ഷാർദുൽ താക്കൂർ, അതുപോലെ ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ, ആകാശ് ദീപ്, അർഷ്ദീപ് സിംഗ്, കുൽദീപ് യാദവ്. 7 വർഷങ്ങൾക്ക് ശേഷമാണ് കരുൺ നായർ ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്തുന്നതെന്ന് കൂടി ഒരു പ്രത്യേകതയുണ്ട്. സായി സുദർശൻ ആദ്യമായാണ് ടെസ്റ്റ് ടീമിൽ ഇടം നേടുന്നത്. കൗണ്ടി ക്രിക്കറ്റിലെ മികച്ച പ്രകടനമാണ് സായി സുദർശനെ ടീമിലേക്ക് ഇടം നേടാൻ സമ്മതിച്ചത്. അതേപോലെ തന്നെ അതേസമയം ജസ്പ്രീത് ബുംറ 5 ടെസ്റ്റുകളും കളിക്കില്ലെന്ന് സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അഗാർക്കർ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. ബുംറ 4-3 ടെസ്റ്റുകൾ മാത്രമേ കളിക്കൂ എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിസിയോകളും മുഴുവൻ മാനേജ്മെന്റും ഒക്കെ ബുംറയുടെ ജോലിഭാരം ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. 2020-ലാണ് ഗിൽ അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറുന്നത്. ഇതായപ്പോൾ 5 വർഷത്തിനിപ്പുറം ടെസ്റ്റിലെ ക്യാപ്റ്റൻ ആയിരിക്കുന്നു. ഗിൽ ഒരിക്കലും ടെസ്റ്റ് മത്സരങ്ങളിലോ ഏകദിനങ്ങളിലോ ടീം ഇന്ത്യയെ നയിച്ചിട്ടില്ല. പക്ഷെ 5 T20 മത്സരങ്ങളിൽ ടീമിനെ നയിച്ചിട്ടുണ്ട്. അത് വലിയൊരു മികവ് തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഇങ്ങനെ ഒരു ക്യാപ്റ്റൻസി നൽകുന്നതെന്ന് പറയാം.